ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളായിട്ടാണ് വന്നിരിക്കുന്നത്. നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ. ആദ്യ സിനിമാ വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ സന്ദീപ് പ്രദീപിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഈക്കോ എന്ന് പറഞ്ഞ സിനിമ. നവംബർ 21 റിലീസ് പ്ലാൻ ചെയ്യുന്ന തിയേറ്ററുകളിൽ. നമ്മുടെ കിഷ്കിന്റെ കാണ്ഡം സിനിമയുടെ സംവിധായകനാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല നമ്മുടെ കിഷ്കിന്റെ കാണ്ഡം അതുപോലെ തന്നെ കേരള ക്രൈം ഫയൽ സീസൺ 2 എന്നീ 2 സിനിമകളുടെ റൈറ്ററാണ് ഈ സിനിമയ്ക്കും സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഈക്കോ എന്ന് പറഞ്ഞ സിനിമ ഒരു ആനിമൽ ട്രിയോളജിയിലെ ഏറ്റവും അവസാനത്തെ സിനിമയും കൂടി ആയിരിക്കുമെന്നാണ് പുള്ളിക്കാരൻ വിശേഷിപ്പിക്കുന്ന സിനിമ ടീസറിലൂടെ. ടീസർ പരിശോധിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ടീസർ തന്നെയാണ്. നല്ല മിസ്റ്ററിയും അതുപോലെ തന്നെ നല്ലൊരു കണ്ടന്റ് ഉണ്ടെന്ന് കേൾക്കാൻ സാധിക്കുന്ന സിനിമ ടീസറിലൂടെ തന്നെയായിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ സന്ദീപ് പ്രദീപിന്റെ ഈക്കോ സിനിമയുടെ റിലീസിനായിട്ട്. എന്തായാലും ട്രെയിലർ നവംബർ മിഡ് ആകുമ്പോഴേക്കും പുറത്തു വരുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പ്രകമ്പനം എന്ന് പറഞ്ഞ സിനിമേന്റെ ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. സിനിമയുടെ ഭാഗത്ത് ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ഒരു മെൻസ് ഹോസ്റ്റലിൽ ഒരു കോമഡി ഹൊറർ കഥയായിട്ട് വരാൻ പോകുന്ന സിനിമയാണ് പ്രകമ്പനം എന്ന് പറഞ്ഞ സിനിമ. സിനിമയിൽ നമ്മുടെ ഗണപതി, സാഗർ സൂര്യ, അതുപോലെ തന്നെ നമ്മുടെ അമീന് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. നവരസ ഫിലിംസും ലക്ഷ്മിനാഥ് ക്രിയേഷൻസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. ബിപിൻ അശോകാണ് സിനിമയുടെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാൻ ചെയ്യാം നമുക്ക്. അടുത്തൊരു രശ്മിക മന്ദന സിനിമയാണ് തിയേറ്റർ റിലീസ് വരാൻ പോകുന്നത്, ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും സിനിമയുടെ തമിഴ്നാട് തിയേറ്ററുകളിൽ റിലീസ് അവകാശം നമ്മുടെ തിങ് സ്റ്റുഡിയോസ് ആണ് മേടിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല സിനിമയുടെ മ്യൂസിക് നമ്മുടെ ഹെഷം അബ്ദുൽ ആണ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഹൃദയം സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ. ഡയറക്ഷൻ നമ്മുടെ രാഹുൽ രവീന്ദ്രനാണ്. എന്തായാലും നവംബർ 7 കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ രശ്മിക മന്ദാനയുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസിനായിട്ട്. വിലായത്ത് ബുദ്ധ സിനിമയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു പോസ്റ്റർ വന്നിരിക്കുകയാണ്. സിനിമയുടെ റിലീസിനെ കുറിച്ച് ഏറെക്കുറെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നവംബർ 27 അല്ലെങ്കിൽ ഡിസംബർ 4 നിലവിലെ സിനിമയുടെ ഇനീഷ്യൽ റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ പൃഥ്വിരാജ്, അനു മോഹൻ, അതുപോലെ തന്നെ ഷമ്മി തിലകൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. ജേക്സ് വിജയാണ് സിനിമയിലെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ജയൻ നമ്പ്യാറാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. ഡെബ്യൂട്ടായ ഡയറക്ടറും കൂടിയാണ് പുള്ളിക്കാരൻ. എന്തായാലും വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസിനായിട്ട് കാത്തിരിക്കുന്നത് നമുക്ക് നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ബെൻസ് എന്ന സിനിമേന്റെയാണ്. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബെൻസ് എന്ന് പറഞ്ഞ സിനിമ. നിവിൻ പോളി സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഒരു വില്ലൻ വേഷത്തില്. എന്തായാലും നമ്മുടെ എൽസിയിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്ത നരനും സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട വേഷം തന്നെയായിരിക്കും നരനും സിനിമയിൽ വരാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക്. തലപതി അണ്ണന്റെ ഇനി വരാൻ പോകുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ്, അല്ലെങ്കിൽ അവസാനത്തെ തമിഴ് സിനിമയാണ് അടുത്ത വർഷത്തെ പൊങ്കൽ പ്രമാണിച്ച് 9 വരാൻ പോകുന്ന ജാനുവരി മാസത്തെ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ലുക്ക്, തേർഡ് ലുക്ക് ഒക്കെ പുറത്തു വന്നതാണ്. എന്നാൽ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവുക നവംബർ മാസം. നവംബർ ആദ്യ വാരമാണ് സിനിമയുടെ ആദ്യ ഗാനം പുറത്തിറങ്ങാൻ പോകുന്നത്. എന്തായാലും ഈ ഒരാഴ്ച സിനിമയുടെ പ്രൊമോ സോങ് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് ഈ ഒരാഴ്ച അവസാനത്തോടെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജയിലർ 2 സിനിമയുടെ ഭാഗം നിന്നാണ്. രജനികാന്ത്, നെൽസൺ സംവിധാനത്തിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ജയിലറിന്റെ 2ാം ഭാഗം. അനിരുദ്ധാണ് സിനിമയിൽ മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന ഇപ്രാവശ്യം. എന്തായാലും സിനിമയിൽ നമ്മുടെ ഒരു സപ്പോർട്ടിംഗ് റോളായിട്ട് നമ്മുടെ സന്താനം ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് കേൾക്കാൻ സാധിക്കുന്നു അടുത്ത മാസ ഷെഡ്യൂള്, അല്ലെങ്കിൽ നമ്മുടെ നവംബർ മാസ ഷെഡ്യൂളിലായിട്ട്. എന്തായാലും ഒരു കോമഡി റോളായിട്ടാണ് നമ്മുടെ സന്താനം വരാൻ പോകുന്നത് നമ്മുടെ രജനികാന്തിന്റെ കൂടെ. ലാസ്റ്റ് ഇവർ തമ്മിൽ വന്ന കോംബോ നോക്കാൻ ലിംഗ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. വെങ്കട് പ്രഭു കല്യാണി വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. വെങ്കട് പ്രഭു ഡയറക്ഷനിൽ മറ്റൊരു കല്യാണി സിനിമ വരാൻ പോവുകയാണ്. നായകനായിട്ട് നമ്മുടെ ശിവകാർത്തികനാണ് അഭിനയിക്കാൻ പോകുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ അടുത്ത വർഷം ജാനുവരി മാസമാണ് ആരംഭിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് ഒരു ഫൺ ആക്ഷൻ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ വെങ്കട് പ്രഭുവിന്റെ ഭാഗത്ത് നിന്ന്. എന്തായാലും സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് നമ്മുടെ കല്യാണി അഭിനയിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. ശിവകാർത്തികൻ നായകനാകുമെന്നും കൺഫേം ആയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ജാനുവരി മാസം സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ ജിത്തു മാധവൻ സൂര്യ 47 സിനിമയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു കിടിലൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയുടെ കഥ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ സൂര്യാണ്ണൻ ഒരു കിടു പോലീസ് ആയിട്ടാണ് വരാൻ പോകുന്നത്, ഒരു ക്രേസി കോപ്പായിട്ട്. ഷൂട്ടിംഗ് ഒക്കെ ആരംഭിക്കാൻ പോകും ഡിസംബർ മാസമാണ്. പ്രീ പ്രൊഡക്ഷൻ വർക്കാണ് ഇപ്പൊ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. പടത്തിൽ കാസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഫഹദ് ഫാസിൽ, നസ്രിയ ഉണ്ടെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ജിത്തു മാധവൻ സിനിമയില് നെസ്ലിനും കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നിലവിലൊരു റൂമർ മാത്രമാണ്, ഇതുവരെയായിട്ടും ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല കാസ്റ്റിന്റെ ഭാഗമായിട്ട്. കാത്തിരിക്കാൻ നമുക്ക് ഒഫീഷ്യൽ ആകുമോ ഇല്ലയോ എന്ന്. മറ്റൊരു കമൽഹാസൻ സിനിമയാണ് നായകൻ എന്ന് പറഞ്ഞ സിനിമ. അതും 38 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഒരു ക്ലാസ് പടം തിയേറ്റർ റിലീസ് വരികയാണ്. അതും റിലീസ് 4K റിവേർഷൻ ആയിട്ട് ഓൾമോസ്റ്റ് 400-ലധികം സ്ക്രീൻസിലായിട്ട് നവംബർ 6 ഒരു ഗ്രേറ്റ് ആയ ഒരു റിലീസ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് നിലവിൽ. കേരളത്തിലെ സിനിമ റിലീസിന് കൊണ്ടുവരാൻ പോകുന്നത് രഞ്ജിത്ത് മോഹൻ ഫിലിംസ് ആയിരിക്കും. എന്തായാലും നായകൻ എന്ന് പറഞ്ഞാൽ കമൽഹാസൻ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് റിലീസിനായിട്ട്.
നമ്മുടെ ചാത്താപ്പാച്ച സിനിമേന്റെ ഭാഗത്ത് നിന്ന് ഒരു ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് പല ഭാഷകളിൽ ഡബ് ചെയ്തിട്ട്. സിനിമ ഒരു പാൻ ഇന്ത്യൻ റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്. അർജുൻ അശോകൻ, റോഷൻ മാത്യു എന്നിവരൊക്കെയാണ് പടത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത ടീസർ തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. എന്തായാലും WWE ബേസ് ചെയ്ത് വരുന്ന ആദ്യത്തെ ഒരു മലയാള സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇന്ത്യൻ സിനിമ തന്നെയാണ്. ഒരു ഫ്രഷ് ആയ ഒരു കഥ തന്നെയാണ് പടത്തിൽ വരാൻ പോകുന്നത്. സിനിമ അടുത്ത വർഷം ജാനുവരി മാസമാണ് തിയേറ്റർ റിലീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന പല ഭാഷകളിലായിട്ട്. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ മമ്മൂക്ക സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഗസ്റ്റ് റോളിനായിട്ട്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. മറ്റൊരു സിനിമ വരാൻ പോവുകയാണ് വാമ്പയർ ബേസ്ഡ് ഒരു ആക്ഷൻ പാക്ഡ് പടം. നമ്മുടെ ഹാഫ് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ക്രോണിക്കിൾസ് ഓഫ് 2 ഹാഫ് ബ്ലഡഡ് വാമ്പയേഴ്സ് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഗോളം സിനിമയുടെ നിർമ്മാതാവും അതുപോലെ തന്നെ ഡയറക്ടറുമാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. സംജിതാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സിനിമയിൽ നായകനായിട്ട് നമ്മുടെ രഞ്ജിത്ത് സജീവ്, അമല പൗൾ, ഐശ്വര്യരാജ്, അബ്ബാസ് എന്നിവരൊക്കെയാണ് വരുന്നത്. ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ പാക്ഡ് സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതും വിത്തൗട്ട് സ്ലോമോ. എന്തായാലും കാത്തിരിക്കുന്ന നമുക്കൊരു കിണ്ണങ്കാച്ചി പടത്തിനായിട്ട് അടുത്ത വർഷം. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് ഒരു കിഡൻ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ SS രാജമൗലിന് വരാൻ പോകുന്ന സിനിമയാണ് മഹേഷ് ബാബുവായിട്ട് വരാൻ പോകുന്ന 29ാമത്തെ മഹേഷ് ബാബുവിന്റെ സിനിമ. സിനിമയുടെ ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ ഭാഗത്ത് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഈ വരുന്ന നവംബർ 16-ാം തീയതി നമ്മുടെ ഒരു ഇവന്റിൽ നടത്താൻ പോവുകയാണ് നമ്മുടെ ജിയോ സ്റ്റാറിന്റെ. എന്തായാലും സ്പെഷ്യൽ പ്രൊമോ വീഡിയോ അതിൽ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കൂടെ തന്നെ ആയിട്ടൊരു വീഡിയോ ടൈറ്റില്. സിനിമയുടെ പേര് കേൾക്കാൻ സാധിക്കുന്ന നിലവിൽ റൂമർ ആയിട്ട് വാരണാസി എന്നാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു ടൈറ്റിൽ റിവീലിനായിട്ട് നവംബർ 16-ാം തീയതി ഒഫീഷ്യലായിട്ട്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കാൻ രജനികാന്തിന് വരാൻ പോകുന്ന സിനിമ നമ്മുടെ സുന്ദർ സി ആയിട്ടായിരിക്കും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരി മാസം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് 2026. സിനിമ നിർമ്മിക്കാൻ പോകുന്ന പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ RKFI എന്നാണ് കേൾക്കാൻ സാധിക്കും. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് രജനികാന്ത് സുന്ദർ സീസ് പ്രൊജക്ടിനായിട്ട് വരും ദിവസങ്ങളിൽ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. നമ്മുടെ ലോകേഷ് കനകരാജ് നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്ന സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് DC എന്നാണ്. ഇന്നലെ വൈകുന്നേരം സൺ പിക്ചേഴ്സിന്റെ ഭാഗത്ത് ഒരു കിർലൻ പ്രൊമോ വീഡിയോ ഉണ്ടായിരുന്നു. നായികയായിട്ട് സിനിമയിലെ വാഗ്മിക ഗബിയാണ് അഭിനയിക്കാൻ പോകുന്നത്. അനിരുദ്ധാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. നമ്മുടെ അരുൺ മാത്വേശ്വരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ടൈറ്റിൽ DC എന്നാണ് കൊടുത്തിരിക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സമ്മർ മാസത്തിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ആവുന്നതാണ്. ജാനുവരി മാസത്തോടെ ഷൂട്ട് കംപ്ലീറ്റ് ആവുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. സമ്മറിന് റിലീസും സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നിലവിൽ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സിനിമയുടെ പണികൾക്ക് ശേഷമാണ് നമ്മുടെ ലോകേഷ് കനകരാജ് നമ്മുടെ കൈദി 2 എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് ആരംഭിക്കാൻ പോകുന്നത് ഏപ്രിൽ മാസം. നിലവിൽ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് നിമിഷം ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് ന്യൂസ് ഡിവിഷനിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ വാർത്ത ഏതാണെന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക.